ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹൃദാത്. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹൃദാത്. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ഹൃദാത്. ഇന്ദ്രിയൈഃ വിഷയാകൃഷ്ടൈഃ ആക്ഷിപ്തം. ഇന്ദ്രിയൈഃ വിഷയാകൃഷ്ടൈഃ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാ ഹരതേ ബുദ്ധേഃ സ്തംഭഃ തോയം ഇവ ഹൃദാത്. സ്തംഭഃ തോയം ഇവ ഹൃദാത്. ധ്യായതാം മനഃ. ഈ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മനസ്സ് എന്നാണ് അർത്ഥം. എന്തിനെ ധ്യാനിക്കുന്നവരുടെയാണ്? പുറമേയുള്ള വിഷയങ്ങളെ ധ്യാനിക്കുന്നവരുടെ, അതായത് നമ്മളെ പോലെയുള്ളവരുടെ, പല കാര്യങ്ങളെ പറ്റിയിട്ടും എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവര്. എനിക്ക് അത് കാണണം, ഇത് കാണണം, അവിടെ പോണം, ഇവിടെ പോണം, അതെടുക്കണം, അത് ചെയ്യണം, ഇങ്ങനെ നമ്മുടെയൊക്കെ മനസ്സ് പല 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 വിഷയങ്ങളില്, പല വസ്തുക്കളില്, പല വ്യക്തികളിലൊക്കെ ഇങ്ങനെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. ഇങ്ങനെ എന്താണ്, ചാഞ്ചാടിക്കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പല വിഷയങ്ങളെ ധ്യാനിച്ചിരിക്കുന്നവരുടെ മനസ്സ് ധ്യായത, അങ്ങനെയുള്ളവരുടെ മനസ്സ് എങ്ങനെയാണ്? വിഷയാകൃഷ്ടൈഹി ഇന്ദ്രിയൈഹി ആക്ഷിപ്തം മനഃ. അങ്ങനെ ധ്യാനിച്ചിരിക്കുന്നവരുടെ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സ്. ഈ വിഷയങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? എന്തൊക്കെയാണോ നമ്മളെ ആകർഷിക്കുന്നത് അതൊക്കെ തന്നെ ആണ് വിഷയങ്ങൾ. ഇപ്പൊ കാണണമെന്ന് ആഗ്രഹിക്കുന്ന വസ്തുക്കള്, അതുപോലെ കേൾക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങള്, സ്പർശിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, ഇങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ അനുഭവിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് അതൊക്കെ തന്നെയാണ് വിഷയങ്ങൾ. ആ വിഷയങ്ങള് വിഷയൈഹി ആകൃഷ്ടൈഹി, വിഷയാകൃഷ്ടൈഹി, ആ വിഷയങ്ങളാൽ ആകർഷിക്കപ്പെടുകയാണ് മനസ്സ്. അങ്ങനെയുള്ള ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സ്, അതായത് ആ വിഷയങ്ങള് ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുകയാണ്. കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, ഇങ്ങനെ ഈ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു. ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് ആകർഷിക്കപ്പെട്ട മനസ്സ്. അപ്പൊ മനസ്സ് എന്ത് ചെയ്യുന്നു? അവിടേക്ക് എത്തിപ്പെടണം, അത് കാണണം, ഇത് കേൾക്കണം, അത് ചെയ്യണം, ഇങ്ങനെ മനസ്സ് അതിനായിട്ട് നിർദ്ദേശിക്കുന്നു. ഈ വിഷയങ്ങൾ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു, ഇന്ദ്രിയങ്ങൾ നമ്മുടെ മനസ്സിനെ അതിനനുസരിച്ചിട്ട് കൊണ്ടുപോകുന്നു. അങ്ങനെ ആകർഷിക്കപ്പെട്ട ആ മനസ്സ് എന്ത് ചെയ്യുന്നു? ബുദ്ധേഹേ ചേതനാം ഹരതേ, നമ്മുടെ ബുദ്ധിയുടെ ആ ചൈതന്യത്തെ, അല്ലെങ്കിൽ ബുദ്ധിയുടെ ആ വിചാരം ചെയ്യാനുള്ള ശക്തിയെ ഇല്ലാതെയാക്കുന്നു. ഹരതേ, അത് അപഹരിക്കുന്നു. അപ്പം എന്താണ് പറഞ്ഞത്? മനസ്സിനെ ഇന്ദ്രിയങ്ങൾ ഇങ്ങനെ ആകർഷിക്കുകയാണ്. അതായത് അവിടേക്ക് പോകണം, അവിടെ പോയിട്ട് അത് കാണണം, അത് ചെയ്യണം. ഇന്ദ്രിയങ്ങൾ എന്ന് പറഞ്ഞാൽ ജ്ഞാനേന്ദ്രിയങ്ങൾ മാത്രമല്ല, കർമ്മേന്ദ്രിയങ്ങളുണ്ട്,
കയ്യ് കയ്യ് കാല്, അതുപോലെ വിസർജനേന്ദ്രിയങ്ങള്, ഇങ്ങനെ കർമ്മേന്ദ്രിയങ്ങള് വേറെ ഉണ്ട്. അപ്പോ ഈ ഇന്ദ്രിയങ്ങളെ എല്ലാം മനസ്സിങ്ങനെ ആകർഷിച്ചു കൊണ്ടുപോവാണ്. അവിടേക്ക് പോകണം, എന്നിട്ട് അത് ചെയ്യണം, ഇത് ചെയ്യണം, അവരെ കാണണം, അവരോട് ഇത് പറയണം. ഇങ്ങനെ മനസ്സിനെ ഇന്ദ്രിയങ്ങള് ആകർഷിക്കുന്നു. ഇന്ദ്രിയങ്ങളെ എന്താണ് ആകർഷിക്കുന്നത്? ഈ വിഷയങ്ങൾ, പുറമെ കാണുന്ന പദാർത്ഥങ്ങൾ, പുറമെ കാണുന്ന വസ്തുക്കള്, പുറമെ കാണുന്ന വ്യക്തികള്. അപ്പൊ ഇങ്ങനെ നമ്മളിങ്ങനെ ഈ ഒരു വലിക്കൽ അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ലോകത്തില് അനുഭവിക്കാനായിട്ട് എത്രയോ കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. പലതും കാണാനുണ്ട്, കേൾക്കാനുണ്ട്, സ്പർശിക്കാനുണ്ട്, രുചിച്ചറിയാനുണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങളും ഉണ്ട്. അവിടേക്കൊക്കെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മളെ കൊണ്ടുപോകുന്നു. അപ്പൊ അങ്ങനെ ആ ഇന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സ് ആകർഷിക്കപ്പെടുന്നു. ആ മനസ്സ് എന്ത് ചെയ്യുന്നു? ഇന്ദ്രിയങ്ങൾ മനസ്സിനെ ആകർഷിക്കുന്ന സമയത്ത് ബുദ്ധിയുടെ ആ ഒരു ചേതനയെ, ബുദ്ധിയുടെ ആ ഒരു വിചാര ശക്തിയെ ഇല്ലാതാക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബുദ്ധി നിശ്ചയാത്മിക ബുദ്ധി എന്നൊക്കെ പറയും. അപ്പോ ഇന്നത് വേണം, ഇന്നത് വേണ്ട എന്ന് തീരുമാനിക്കുകയാണ് ബുദ്ധി. പക്ഷെ അതിന്റെ ആ ഒരു ശക്തിയെ, അതായത് എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള ആ ഒരു ശക്തിയെ ഇല്ലാതെയാവുന്നു, ബുദ്ധി ഇല്ലാതെയാവുന്നു എന്ന് പറയാം. പലപ്പോഴും നമുക്ക് നല്ല സജ്ജനങ്ങൾ പോലും, അല്ലെങ്കിൽ വിവേകികളാണ് എന്ന് നമ്മൾ കരുതുന്നവര് പോലും പലപ്പോഴും പല അബദ്ധങ്ങളും അവർക്ക് പറ്റാറുണ്ട്. കഥകളിലൊക്കെ നമുക്ക് കാണാം, പുരാണങ്ങളിൽ തന്നെ ധാരാളം കഥകളുണ്ട്. മഹാത്മാക്കൾക്ക് പറ്റിയ അബദ്ധങ്ങൾ പറയുന്ന കഥകളുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് എന്തിനാണ്? അവരെ മോശമാക്കാൻ വേണ്ടിയിട്ടാണോ? ഇപ്പൊ മഹർഷിമാർക്ക് പറ്റിയ അബദ്ധങ്ങൾ ഇങ്ങനെ കാണിച്ചു തരുന്നു, പറയുന്നു നമ്മളോട്. അപ്പൊ മഹർഷിമാര് മോശമാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടല്ല. അപ്പൊ അവർക്ക് പോലും ഇതൊക്കെ പറ്റും. ഈ ലോകത്തിലുള്ള ഈ വിഷയങ്ങളെ കൊണ്ട് വലിയ വലിയ മഹാത്മാക്കൾക്ക് പോലും അബദ്ധം പറ്റുന്നുണ്ടെങ്കിൽ പിന്നെ നമ്മളൊക്കെ എത്ര ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പറഞ്ഞു തരുന്നത്. അപ്പൊ ഇതുപോലെ ഈ ലോകത്തിലുള്ള വിഷയങ്ങള് ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്നു. അപ്പോ ധാരാളം വർഷങ്ങൾ തപസ് ചെയ്തിരുന്നവര് പോലും പലതും കാണുന്ന സമയത്ത് അവരുടെ തപസ്സിന് ഭംഗം വരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ശ്രദ്ധിക്കണം. നമ്മളെ ആകർഷിക്കാനായിട്ട്, വഴിതെറ്റിക്കാനായിട്ട് ധാരാളം വിഷയങ്ങൾ ലോകത്തിലുണ്ട്. അപ്പൊ അതിലേക്കൊന്നും പോവാതെ നമ്മൾ പിടിച്ചു നിൽക്കണമെങ്കിൽ അത്രയും ശക്തി, അത്രയും കരുത്ത്, അത്രയും ശ്രദ്ധ നമുക്ക് വേണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ ലോകത്തിലെ വിഷയങ്ങളെ കൊണ്ട് ഇത്രയ്ക്കൊക്കെ അബദ്ധം സംഭവിക്കാം എന്ന് കാണിക്കാനാണ്. അപ്പൊ ഈ ലോകത്തിലെ വിഷയങ്ങളെ, ഇന്ദ്രിയങ്ങളെ പിടിച്ചു വലിക്കുന്നു. ആ ഇന്ദ്രിയങ്ങള് മനസ്സിനെ ആകർഷിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് മനസ്സ് എന്ത് ചെയ്യുന്നു? ബുദ്ധിയുടെ വിചാര ശക്തിയെ ഇല്ലാതെയാക്കുന്നു. അപ്പൊ നമുക്ക് വിവേകം ഉള്ളവർക്ക് പോലും ആ ബുദ്ധിയില്ലാത്ത പെരുമാറുന്നതായിട്ട് നമുക്ക് കാണാം. അത് വേറൊരാള് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. പക്ഷെ ഈ അബദ്ധം നമുക്കും പറ്റാം. അപ്പൊ മറ്റേയാൾക്ക് അബദ്ധം പറ്റിയോ, അല്ലെങ്കിൽ മറ്റേയാൾ ചെയ്തത് ശരിയാണോ എന്ന് ചിന്തിക്കാനല്ല നമുക്കിതൊന്നും പറഞ്ഞു തരുന്നത്, നമുക്ക് അബദ്ധം പറ്റാതിരിക്കാനാണ്. അപ്പൊ ഇങ്ങനെ ഈ ഒരു ആശയം നമുക്ക് ഭഗവത്ഗീതയില് വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷൂപജായത്തെ സംഗാത് സംജായത്തെ കാമ കാമാത് ക്രോധോഭിജായത്തെ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹാത് സ്മൃതിവിഭ്രമ സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ ബുദ്ധിനാശാത് പ്രണശ്യതി. അപ്പൊ ഈ വിഷയങ്ങളെ ധ്യാനിക്കുന്നതിൽ നിന്നാണ് ഇതൊക്കെ തുടങ്ങുന്നത്. അതാണ് ഇവിടെ ആദ്യം പറഞ്ഞത്. ഇന്ദ്രിയൈ വിഷയാകൃഷ്ടൈരാക്ഷിപ്തം ധ്യായതാം മനഃ. അപ്പൊ നേരത്തെ പറഞ്ഞതൊക്കെ എന്താണ്? ആ പരബ്രഹ്മത്തിലുള്ള രതി ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വേണം എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. ഇനി അതല്ലാതെ വിഷയങ്ങളിലാണ് ഈ ധ്യാനമെങ്കിൽ, വിഷയങ്ങളിലാണ് ശ്രദ്ധ എങ്കിൽ
ധ്യായതോ വിഷയാൻ പുംസഃ. വിഷയങ്ങളെ ധ്യാനിച്ചിരിക്കുകയാണെങ്കിൽ ആദ്യം അതില് സംഘം ഉണ്ടാകുന്നു, അതിലൊരു ചേർച്ച, അതിനോടൊരു താല്പര്യം. അപ്പൊ നമ്മൾ എന്തിനെ പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണോ കണ്ടുകൊണ്ടിരിക്കുന്നത്, എന്താണോ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതില് നമ്മൾ അറിയാതെ നമുക്ക് അതുമായിട്ടൊരു ബന്ധം വരും. അതുകൊണ്ടാണ് ഈ വേണ്ടാത്ത സ്ഥലങ്ങളില് അല്ലെങ്കിൽ നമുക്ക് യോജിക്കാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊന്നും വെറുതെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. അല്ലെങ്കിൽ വേണ്ടാത്തൊന്നും കാണണ്ട, നല്ലത് കണ്ടാൽ മതി എന്ന് നമ്മൾ ഉപദേശിക്കുന്നത്. ഭദ്രം കർണൈഭിഃ ശൃണുയാമ എന്നൊക്കെ വേദമന്ത്രം ഉണ്ടല്ലോ. അതായത് ഈ നല്ലത് കേട്ടാൽ മതി, ആവശ്യമില്ലാത്തത് കേൾക്കാൻ പോകണ്ട, നല്ലത് കാണുക. എന്തിനാ ഈ വെറുതെ ഒരാവശ്യമില്ലാതെ എന്തെങ്കിലും പോയിട്ട് കാണേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ നമ്മൾ എന്തിനെ പറ്റിയിട്ടെങ്കിലും ചിന്തിക്കുമ്പോ, അല്ലെങ്കിൽ എന്തെങ്കിലും സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോ അറിയാതെ അതിനോടൊരു ചേർച്ച വരും. അതുകൊണ്ടാണ് നമ്മൾ ഈ ചില പാട്ടുകളൊക്കെ ഇങ്ങനെ എപ്പോഴെപ്പോഴും നമ്മൾ കേൾക്കുകയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അറിയാതെ നമ്മളത് മൂടും. നമ്മൾ തന്നെ അറിയില്ല, അറിയാതെ എങ്ങനെയോ അത് നമ്മുടെ നാവിലും വരും. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നല്ലത് കേൾക്കണം എന്ന് പറയുന്നത്. അപ്പൊ നല്ലതാണ് കേട്ടതെങ്കിൽ ഈ നാവിൽ വരുന്ന നല്ലത് ആയിരിക്കും. ഇങ്ങനെ ഈ വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് ആദ്യം അതിനോടൊരു സംഘം ഉണ്ടാവുന്നു. അങ്ങനെ ഈ സംഘം ഉണ്ടാവുമ്പോഴാണ് അതിനോടൊരു ആഗ്രഹം തോന്നുന്നത്. അപ്പൊ ചിലതൊക്കെ കിട്ടിയാൽ കൊള്ളാം എന്ന് അതിനോടൊരു കാമം, അതിനോടൊരു ഇഷ്ടം ഉണ്ടാവുന്നു. അപ്പൊ ആ ഇഷ്ടം ഉണ്ടായാലും വലിയ പ്രശ്നമില്ലായിരുന്നു. പക്ഷെ പിന്നീട് എന്തുണ്ടാവും എന്ന് ചോദിച്ചാൽ, അപ്പൊ അതിന് ആ ഇഷ്ടത്തിന്റെ പൂർത്തീകരണത്തിന് വിഘാതമായിട്ട് എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അതിനോട് വലിയ ക്രോധം ഉണ്ടാകുന്നു. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ നാശമായി. ഈ കാമക്രോധങ്ങളെ ശത്രുക്കളായിട്ടാണ് ഭഗവത്ഗീതയില് പറയുന്നത്. അപ്പൊ എന്തിനോടെങ്കിലും കാമം ഉണ്ടാകുന്നു, അത് കിട്ടിയില്ലെങ്കിൽ ദേഷ്യം, ഇനി കിട്ടാതിരിക്കാൻ എന്താണോ കാരണമായിട്ട് നമുക്ക് തോന്നുന്നത് അതിനോട് ദേഷ്യം, ഇങ്ങനെ ക്രോധം ഉണ്ടാകുന്നു. പിന്നെ ക്രോധം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒക്കെ പോയി. ക്രോധാത്ഭവതി സമ്മോഹ. സമ്മോഹം എന്ന് വെച്ചാൽ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥ. അപ്പൊ അവിടെ നമുക്ക് ഒന്നും അറിയില്ല. ഈ കലി ബാധിക്കുക എന്നൊക്കെ പറയില്ലേ, അപ്പൊ ഈ കലി ബാധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യാന്നൊന്നും ആർക്കും പറയാൻ പറ്റില്ല. ചിലപ്പോ അതുവരെ നമ്മൾ ചിന്തിക്കാത്ത കാര്യമൊക്കെ, നമുക്ക് ചെയ്യാൻ പറ്റാത്തതൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഈ ദേഷ്യം വന്നാൽ കണ്ണ് കാണില്ല എന്നൊക്കെ പറയുന്ന പോലെ സമ്മോഹാത് സ്മൃതി വിഭ്രമഃ. അപ്പൊ ഇതുവരെ നമ്മൾ ധരിച്ചു വെച്ചിരുന്ന കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഇന്നത് ചെയ്യണം, ചെയ്യരുത്, അല്ലെങ്കിൽ അത് ഇതാണ്, അങ്ങനെയുള്ള അതൊക്കെ ഇല്ലാതെയാകുന്നു. അതുവരെ ഉണ്ടായിരുന്ന ആ സ്മൃതി വിഭ്രമഃ ഒന്നും ഇല്ലാതെയാകുന്നു. അങ്ങനെ ബുദ്ധിനാശക, നമുക്ക് തീരുമാനം എടുക്കാനുള്ള കഴിവ് ഇല്ലാതെ ആവുക. അപ്പൊ ഇതാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യരുത്, അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവില്ല. എന്താണ് ചെയ്യുന്നതെന്ന് ഈ ചെയ്യുന്ന ആൾക്ക് പോലും അറിയില്ല. പിന്നെയാണ് മറ്റുള്ളവരുടെ കാര്യം. അപ്പൊ നമുക്ക് തന്നെ അറിയാം, ദേഷ്യം വന്നാൽ എന്തൊക്കെ നമ്മൾ പറയും, എന്തൊക്കെ ചെയ്യും എന്ന്. പലപ്പോഴും നമ്മളോട് ഈ വാക്കുകളും പ്രവൃത്തിയൊക്കെ പിടിവിട്ട് പോവും. പിന്നീട് അത് കഴിഞ്ഞിട്ട് കുറെ ദുഃഖിക്കും, അയ്യോ വേണ്ടായിരുന്നു, അത് പറഞ്ഞത് മോശമായി പോയി എന്നൊക്കെ നമുക്ക് തന്നെ തോന്നും. ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാണ്. എപ്പോഴെങ്കിലുമൊക്കെ എന്തായാലും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ഇതാണ് എന്ത്, ഇതിന്റെയൊക്കെ കാരണം ആയിട്ട് എന്താണ്, അടിസ്ഥാന കാരണം ഈ വിഷയങ്ങളെ പറ്റി ഇങ്ങനെ ചിന്തിച്ച് അവയില് ആഗ്രഹമുണ്ടായി, അത് വേണം എന്ന് വിചാരിച്ച്, അതാണ് ഇതിന്റെയൊക്കെ ഈ പേര് തേടിപ്പോയാൽ അതായിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്, ധ്യായതാം മനഃ. ഈ വിഷയങ്ങളെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നവരുടെ മനസ്സ്, ആ മനസ്സ് എങ്ങനെയാണ്, ഇന്ദ്രിയങ്ങളാൽ ആകർഷിക്കപ്പെട്ടതാണ്. ആ ഇന്ദ്രിയങ്ങളെ ആകർഷിക്കുന്ന എന്താണ്, പുറമേയുള്ള വസ്തുക്കള്. പുറമേയുള്ള വസ്തുക്കൾ എന്ന് വെച്ചാല് പല പല വിഷയങ്ങള്, അതുപോലെ വസ്തുക്കള്, വ്യക്തികള്, ചില അതിന് നമുക്ക് ഈ ലോകത്തിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ വിഷയങ്ങളാണ്.
ചില അധികാര സ്ഥാനങ്ങള്, സമ്പത്ത്, പദവി, അങ്ങനെ പലതും. എന്തൊക്കെ നമ്മുടെ മനസ്സിനെ പിടിച്ചു വലിക്കുന്നുണ്ടോ അതൊക്കെയാണ് ഈ വിഷയങ്ങള്. ഇപ്പൊ ചിലർക്ക് സമ്പത്തായിരിക്കും, ചിലർക്ക് ചില വ്യക്തികളുമായിട്ടുള്ള ബന്ധമായിരിക്കും, ചിലർക്ക് എന്തെങ്കിലും അധികാര സ്ഥാനമായിരിക്കും, ചിലർക്ക് ചില പദവികളായിരിക്കും. അങ്ങനെ പലതും എന്തൊക്കെ ലോകത്തിലുണ്ടോ അതൊക്കെയാണ് വിഷയങ്ങൾ. അതൊക്കെ മനസ്സിനെ ആകർഷിക്കുന്നു. ഇങ്ങനെയുള്ളവരുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? ബുദ്ധേഹേ ചേതന ഹരതേ. ബുദ്ധിയുടെ ആ ഒരു വിചാരം ചെയ്ത് ഉറപ്പിക്കാനുള്ള, വിചാരം ചെയ്ത് ഒരു കാര്യം തീരുമാനിക്കാനുള്ള ആ ഒരു ശക്തിയെ ഇല്ലാതെയാക്കുന്നു. അതായത് ബുദ്ധി ഇല്ലാതെയാവുന്നു. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഒരു ഉദാഹരണം പറയും. സ്തംഭഃ ഹൃദാത് തോയം ഇവ. സ്തംഭഃ എന്ന് വെച്ചാല് വൃക്ഷം, ചെടി എന്നൊക്കെയുള്ള അർത്ഥമാണ്, പുല്ല് എന്നൊക്കെയുള്ള അർത്ഥമാണ്. അതായത് ഈ ഒരു തടാകത്തിന്റെ തീരത്ത് നിൽക്കുന്ന ചെടിയോ പുല്ലോ എന്ത് ആണെങ്കിലും ആവട്ടെ, അതിന്റെ വേരുകള് ഹ്രദാത് തോയമിവ. വേരുകള് ഈ ഹ്രദം എന്ന് വെച്ചാൽ തടാകമാണ്. ആ തടാകത്തിൽ നിന്ന് വെള്ളത്തെ വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോ പുറമേ കാണുന്ന സമയത്ത് നമുക്കൊന്നും അറിയില്ല. നമുക്കറിയാം, നമ്മളത് പഠിച്ചത് കൊണ്ട്. നേരെ മറിച്ച് ഇത് അറിയാത്ത ആളാണെങ്കിൽ പുറമേ ഒന്നും വ്യക്തമല്ല. പുറമേ അത് നല്ല സസ്യം, ചെടിയായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അടിയിലുള്ള വേരുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ആ തടാകത്തിലെ വെള്ളത്തെ മുഴുവൻ വലിച്ച് എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ പുറമേ കാണുന്നില്ല. ഇതുപോലെ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് എന്ത് ചെയ്യുന്നു? ഈ വിഷയങ്ങളില് ആകൃഷ്ടമായിട്ടുള്ള മനസ്സ് ബുദ്ധിയുടെ ആ ഒരു ചൈതന്യത്തെ നമ്മൾ അറിയാതെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചെടിയുടെ പുഷ്ടി എന്ന് പറയുന്നത് എന്താണ്? അതൊന്ന് വലിച്ചെടുക്കുന്ന വെള്ളമാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ബുദ്ധി നശിക്കുന്നത് ഈ ഒരു മനസ്സ് ഈ ബുദ്ധിയുടെ ആ ഒരു ചൈതന്യത്തെ ഇല്ലാതെ ആക്കിക്കൊണ്ടാണ്. അത് പുറമേ നമ്മൾ കാണില്ല. ഇപ്പം അറിയാത്ത ഒരാൾക്ക്, ഒരു കുട്ടിക്കാണെങ്കിൽ അവന് മനസ്സിലാവില്ല എന്ത് ഈ ചെടിയുടെ വളർച്ച എന്ന് പറയുന്നത് ഇതാണ്, വേരുകളിലൂടെയാണ് എന്ന് കുട്ടിക്ക് അറിയാത്തതുപോലെ നമ്മള് മനസ്സിലാക്കുന്നില്ല. ഇതാ ഈ പുറമെ കാണുന്ന വിഷയങ്ങളെ കൊണ്ട് നമ്മുടെ മനസ്സാകർഷിക്കപ്പെടുന്നുണ്ട്. ആ മനസ്സ് നമ്മുടെ ബുദ്ധിയെ ഇല്ലാതെയാക്കും എന്ന് ഈ വിചാരം ചെയ്യാത്ത ആള് അറിയുന്നില്ല. ഇതുപോലെയുള്ള തത്വചിന്ത, അല്ലെ, തത്വചിന്ത എന്നുള്ളതിന് എന്താ? വിചാരം എന്നുള്ള അർത്ഥം. നമ്മള് എപ്പോഴും നമ്മളെ പറ്റിയിട്ട് ചിന്തിക്കണം. അപ്പൊ പലപ്പോഴും നമുക്ക് പലതിനും വേണ്ടിയിട്ടുള്ള ഓട്ടത്തിനിടയിൽ ഒരു സാധാരണ ഒരാൾക്ക് അവനവനെ പറ്റി എന്തെങ്കിലും ചിന്തിക്കാനോ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഒരു ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവുന്നില്ല. നമ്മൾ പലപ്പോഴും ഈ ജീവിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് നെട്ടോട്ടോടുകയാണ്. പക്ഷെ എല്ലാവരും എന്താണ്, ഈ പ്രശ്നം എപ്പോഴെങ്കിലും ഇല്ലാതെയാവുന്നുണ്ടോ? അതില്ല. നമ്മള് ഓടുന്തോറും പ്രശ്നങ്ങൾ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പം എന്താണ്, നമുക്ക് അതിനെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു സമയമില്ല. പലപ്പോഴും നമ്മളിങ്ങനെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നമുക്ക് പല ഈഗോകള് ഒക്കെ ഉണ്ട്. അതിന്റെ ഒക്കെ ഉള്ളിൽ നിന്നുകൊണ്ട് നമ്മളിങ്ങനെ അത് പ്രശ്നം ഇല്ലാതാക്കാൻ ശ്രമിക്കും തോറും എന്താണ്, വീണ്ടും വീണ്ടും അതിങ്ങനെ മുറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ ചിന്തയാണ് ശരിക്ക് വേണ്ടത്. അത് ആധ്യാത്മികമായിട്ട് എന്നുള്ളത് മാത്രമല്ല, അപ്പൊ നമ്മുടെ സാധാരണ പ്രശ്നങ്ങളിൽ പോലും നമ്മൾ ആ പ്രശ്നങ്ങളുടെ പുറത്ത് നിന്നുകൊണ്ട് ആ പ്രശ്നത്തെ ഒന്ന് അവലോകനം ചെയ്യുകയാണെങ്കിൽ, ഇത് കുറച്ചു സമയം നമ്മളൊന്ന് സമാധാനപരമായിട്ടൊന്ന് ഇരുന്ന് ആ പ്രശ്നത്തെ പഠിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങളെ പരിഹരിക്കാൻ നമുക്ക് തന്നെ സാധിക്കും. പക്ഷെ അതിന് മാത്രം നമുക്ക് സമയമില്ല. കാരണം എപ്പോഴും ഞാനടക്കം എല്ലാവരും പറയുന്നതാണ് എനിക്ക് സമയമില്ല എന്നുള്ളത്. സൗകര്യങ്ങൾ ഇത്രയധികം വർദ്ധിച്ചിട്ടും നമുക്ക് സമയം ഇല്ല. നമുക്ക് എന്തിനാ സമയമില്ലാത്ത? നമ്മളെ പറ്റി ചിന്തിക്കാൻ മാത്രം
സമയമില്ല, വേറെന്തിനൊക്കെയോ വേണ്ടിയിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറയുകയാണ്, ഈ നമ്മളെ ബുദ്ധിയെ ഇങ്ങനെ ഇല്ലാതെയാക്കുന്നത് ഈ ഒരു പുറമേ ഉള്ള വിഷയങ്ങളാൽ ആകർഷിക്കപ്പെട്ട മനസ്സാണ്. അപ്പൊ അത് തിരിച്ചറിയാൻ എന്താണ് വേണ്ടത്? ഈ ഒരു ഗുരുപദേശം അത് മുമ്പേ പറഞ്ഞു. ഇങ്ങനെ നമ്മള് പുറമേ ഉള്ളതിനെ പറ്റി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വിചാരശക്തി ഇല്ലാതെയാവും. അപ്പൊ പലപ്പോഴും വലിയ വിദ്യാഭ്യാസമൊക്കെ ഉള്ളവര്, ഔപചാരികമായിട്ട് ഉയർന്ന വിദ്യാഭ്യാസമൊക്കെ ഉള്ളവര് പല പല അബദ്ധങ്ങളിലും പെട്ടതായിട്ട് നമ്മൾ ദിവസവും പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട്. അപ്പൊ ഈ വിദ്യാഭ്യാസമൊക്കെ നോക്കുന്ന സമയത്ത് ഈ അബദ്ധം പറ്റിയവര് കാര്യങ്ങൾ അറിയാത്തവരോ ഒന്നും അല്ല, വലിയ വലിയ യോഗ്യതകളൊക്കെ ഉള്ളവർക്കാണ് അബദ്ധം പറ്റുന്നത്. എന്താ കാരണം ഒന്നേ ഉള്ളൂ, ഈ അവനവന്റെ മനസ്സിനെ ഇങ്ങനെ നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞതുപോലെ ബുദ്ധി നശിച്ചു പോവുകയാണ്. കാരണം പുറമേയുള്ള പലതും കണ്ടിട്ട്, പല വ്യക്തികൾക്കും അടിമപ്പെട്ടിട്ട്, അല്ലെങ്കിൽ പല അധികാര സ്ഥാനങ്ങൾക്കും വേണ്ടി മോഹിച്ചിട്ട്, ഇതെങ്ങോട്ട് ഈ അധികാര മോഹം എപ്പോഴെങ്കിലും ഒന്നില്ലാതെ ആവണ്ടേ. ചെറുപ്പത്തിലൊക്കെ എനിക്ക് അതാവണം, ഇതാവണം, ആ സ്ഥാനത്തെത്തണം എന്നൊക്കെ തോന്നുന്നത് സ്വാഭാവികം. പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഇതിനോടൊരു മോഹം കുറയണ്ടേ? അത് കുറയുന്നില്ല ഒരിക്കലും. അപ്പൊ ഇങ്ങനെ അത് വേണം ഇത് വേണം എന്നൊക്കെ ആഗ്രഹിച്ച് എന്താണ്, ആ ബുദ്ധി ഇല്ലാതെ വേണം. ഈ പറഞ്ഞത് തന്നെ, ഇവിടെ എന്താണോ പറഞ്ഞത് അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അവിടെ എത്തണം, ഇവിടെ എത്തണം, അത് ചെയ്യണം, അത് കിട്ടണം, അനർഹമായിട്ടുള്ളത് കിട്ടണം. അപ്പൊ അവനവന് എന്താണ് ന്യായമായിട്ടുള്ള രീതിയിൽ കിട്ടുന്നത് ധാരാളം ഉണ്ട്. അത് പോരാ എന്ന് തോന്നിയ പിന്നെ എന്ത് ചെയ്യും? അപ്പം അന്യായമല്ലാത്ത വഴിയില് പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള പല അബദ്ധങ്ങള് പറ്റുന്നു, തെറ്റുകൾ പറ്റുന്നു. അപ്പൊ സംഭവിക്കുന്ന എന്താണ്? ഇത് അടുത്ത് തന്നെയാണ്. ഇപ്പൊ പുറമേയുള്ള അധികാര സ്ഥാനങ്ങളിലും അതുപോലെ പല പല സമ്പത്തിലും പല സ്ഥാനങ്ങളിലും ഒക്കെ മനസ്സ് ആകർഷിക്കപ്പെടുന്നു. അങ്ങനെ ആകർഷിക്കപ്പെടുന്ന മനസ്സ് വിചാരശക്തിയെ, ബുദ്ധിയെ ഇല്ലാതെയാക്കുന്നു. അപ്പൊ ഇവർ ഇത് അറിയാനായിട്ടാണോ ഇത്തരത്തിലുള്ള അബദ്ധങ്ങളൊക്കെ പറ്റുന്നത്? വലിയ വലിയ നേതാക്കന്മാർക്ക് അതുപോലെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർക്ക് അറിയാം തെറ്റാണ് ചെയ്യുന്നതെന്ന് അറിയാനിട്ടാണോ അബദ്ധം പറ്റുന്നത്? അതല്ല. പക്ഷെ എന്താ, ബുദ്ധി ഇല്ലാതെയാവുന്നു. അത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരും, തെറ്റാണ് എന്നൊക്കെയുള്ള അതൊക്കെ ഒന്ന് ആലോചിച്ച് ഇത് ചെയ്യരുത് എന്ന് തീരുമാനിക്കാനുള്ള ഒരു ശക്തി, ആ ഒരു ബുദ്ധി ഇല്ലാതെയാവണം. അതാണ് ഇവിടെ പറഞ്ഞത്. ഈ തടാകത്തിന്റെ തീരത്തിലുള്ള സസ്യങ്ങളുടെ വേരുകള് വെള്ളത്തെ വലിച്ചെടുക്കുന്നത് പോലെ ആ ബുദ്ധിയെ ഈ മനസ്സ് അപഹരിക്കുന്നു. ശ്ലോകം ഒന്നുകൂടെ നോക്കാം. ഇന്ദ്രിയൈർവിഷയാകൃഷ്ടൈ ആക്ഷിപ്തം ധ്യായതാം മനഃ ചേതനാം ഹരതേ ബുദ്ധേ സ്തംഭസ്തോയമിവ ക്രതാത്. അടുത്തത് ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയഃ പ്രാഹു ആത്മാപന്നവമാത്മനാ. ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയഃ പ്രാഹു ആത്മാപന്നവമാത്മനാ. ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയഃ പ്രാഹു ആത്മാപന്നവമാത്മനാ.
ഭ്രശ്യത്തെ അനുസ്മൃതിഃ. ഭ്രശ്യത്തെ അനുസ്മൃതിഃ ചിത്തം ജ്ഞാനഭ്രംശഃ സ്മൃതിക്ഷയേ തദ്രോധം കവയഃ പ്രാഹുഃ. പ്രാഹുഃ ആത്മാപന്നവം ആത്മനഃ. ആത്മാപന്നവം ആത്മനഃ. ചിത്തം അനു സ്മൃതിഃ ഭ്രശ്യതി. ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം എന്നാണ് ഒന്നാമത്തെ വരി. ചിത്തം അനു സ്മൃതിഃ ഭ്രശ്യതി. അപ്പൊ നേരത്തെ ബുദ്ധിയുടെ ആ ഒരു ചേതനയെ ഹരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോ ആ ചിത്തത്തെ തുടർന്ന് ചിത്തം അനു, ആ ചിത്തത്തെ തുടർന്ന് സ്മൃതിഃ ഭ്രശ്യതി. ഇവിടെ സ്മൃതിഃ എന്നുള്ളതിന് നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങള്, നമ്മള് സംഭരിച്ചു വെച്ച ആ കാര്യങ്ങളെ വിചാരം ചെയ്യാനുള്ള ശക്തി എന്നുള്ള അർത്ഥം. അതായത് നമുക്ക് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ വിവേകം അനുസരിച്ച്, നമ്മുടെ സംസ്കാരം അനുസരിച്ചിട്ട് നമുക്ക് അറിയാം ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യരുത്, ഇത് ശരിയാണ്, ഇത് തെറ്റാണ്, അങ്ങനെ അറിയാം. അതൊക്കെ ആലോചിക്കാനുള്ള ഒരു ശേഷി ആ സ്മൃതി എന്താവുന്നു? ഭ്രശ്യത, ഇല്ലാതെയാവുന്നു. അതായത് ഒന്നും ഓർമ്മയില്ലാതെയാവുന്നു എന്ന് നമ്മുടെ ഒരു സാധാരണ പറയുന്ന ഭാഷയില് പറയാറുണ്ടല്ലോ. ദേഷ്യം വന്നിട്ടോ എനിക്ക് ഒന്നും ഓർമ്മയില്ലാതെയായി എന്നൊക്കെ പറയുമല്ലോ. അതുപോലെ ഈ ബുദ്ധി നശിക്കുന്ന അനുസരിച്ചിട്ട് നമ്മുടെ ഇതുവരെയുള്ള ആ ഒരു സ്മൃതി, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യരുതാത്തത് എന്നൊക്കെയുള്ള ആ അങ്ങനെ വിചാരം ചെയ്യാനുള്ള ശേഷി അത് ഇല്ലാതെയാകുന്നു. അങ്ങനെ സ്മൃതിഭ്രംശം ഉണ്ടാവുന്ന സമയത്ത് സ്മൃതി ക്ഷയേ, അപ്പൊ അത് വിചാരം ചെയ്ത് എടുക്കാനുള്ള ആ ഒരു ശക്തി ഇല്ലാതെ ആവുന്ന സമയത്ത് ജ്ഞാനഭ്രംശം, നമ്മുടെ എല്ലാ അറിവും ഇല്ലാതെയാകുന്നു. അപ്പൊ ഇതൊക്കെ എന്താണ്? പരസ്പരം ഇങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം നമുക്ക് പലപ്പോഴും ഒരു സംശയം വരികയാണ്, എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്, അങ്ങനെയുള്ള ധാരാളം സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. അതാണോ ചെയ്യേണ്ടത്, ഇതാണോ ചെയ്യേണ്ടത്, അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ, അങ്ങനെ സംശയം ഉണ്ടാവുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊന്ന് ആലോചിക്കും. ഇങ്ങനെ പല ഭാഗത്ത് നിന്ന്, പല കോണിൽ നിന്നും നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച്, അതിനെയാണ് എന്ത് പറയുന്നത്, നമ്മൾ ഇതുവരെ പഠിച്ചു വെച്ച കാര്യങ്ങളാണ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്നൊക്കെ, അതാണ് എന്ത് ഈ വിചാരശക്തി. അങ്ങനെ വിചാരം ചെയ്തിട്ട് അപ്പോഴെന്താ സംഭവിക്കുന്നത്? നമുക്ക് നമ്മുടെ ഗുരുക്കന്മാര്, നമ്മുടെ പൂർവികര്, നമ്മുടെ അധ്യാപകരൊക്കെ നമുക്ക് പകർന്നു തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ഈ ജ്ഞാനം, നമ്മുടെ ലൗകികമായിട്ടുള്ള ജ്ഞാനം, ഈ ലോകത്തില് നമ്മൾ പാലിക്കേണ്ട കാര്യങ്ങള്, മര്യാദകള്. അപ്പൊ ആ ജ്ഞാനത്തിന് അനുസരിച്ചിട്ട് അതനുസരിച്ചിട്ടൊക്കെയാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. അപ്പൊ ഈ സ്മൃതി ഇല്ലാതാവുന്ന സമയത്ത്, അതായത് ഇതൊന്ന് വിചാരം ചെയ്യാനുള്ള ശക്തി ഇല്ലാതെ ആവുമ്പോ എന്ത് ചെയ്യുന്നു? സ്മൃതിക്ഷയം ഉണ്ടാവുന്നു. ഇങ്ങനെ ആ ഒരു ഓർമ്മയൊക്കെ നശിക്കുന്നു. അത് നശിക്കുന്ന സമയത്ത് ജ്ഞാനഭ്രംശം, ആ ജ്ഞാനം നമ്മുടെ കയ്യിൽ നിന്ന് പോയി പോകുന്നു. നമുക്ക് ഇതുവരെ സംഭരിച്ചു വെച്ചിട്ടുള്ള ആ അറിവുകള്, നമുക്ക് പലതും അറിയാം, നമ്മുടെ മര്യാദകൾ അറിയാം, എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത്, എല്ലാം അറിയാം. അതൊക്കെ ആ ഒരു സംസ്കാരം ഉണ്ടല്ലോ, നമ്മൾ ഇതുവരെ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്നത്. അപ്പൊ ആ ഒരു ജ്ഞാനം മുഴുവൻ ഇല്ലാതെയാവുന്നു, ജ്ഞാനഭ്രംശ. അപ്പൊ അതിന്റെ നാശത്തെ, തദ്രോധം, രോധം നാശം, അതിന്റെ നാശത്തെ, ആ ജ്ഞാനത്തിന്റെ നാശത്തെ എന്താണ് ആചാര്യന്മാര് പറയുന്നത്? ആത്മനഃ ആത്മാപന്നവം ആഹുഹു. ആഹുഹു എന്നുള്ളതിന് പറയുന്നു എന്നാണ് അർത്ഥം. ആഹു അല്ല, ഇവിടെ പ്രാഹുഹു എന്നാണ് പറഞ്ഞത് അല്ലെ.
പ്രാഹുഹു പറയുന്നു, നന്നായിട്ട് പറയുന്നു. ആഹു എന്നുള്ളതിന് പറയുന്നു എന്നുള്ള അർത്ഥം. പ്രാഹുഹു നന്നായിട്ട് പറയുക. പ്രാ ചേർത്താൽ പ്രകർഷേണ എന്നുള്ള അർത്ഥമാണ്. അപ്പോ അതിനെ എന്താണ് പറയുന്നത്? ആത്മനഹ ആത്മാപന്നവം, ആത്മാവിൽ നിന്ന് തന്നെ ഉണ്ടായിട്ടുള്ള ആത്മാവിന്റെ നാശം എന്ന് പറയുന്നു. അതായത് ആത്മാവിന്റെ നാശമാണ് അവിടെ സംഭവിക്കുന്നത്, തന്റെ തന്നെ നാശമാണ് സംഭവിക്കുന്നത്. ഇത് ആരാണ് വരുത്തുന്നത്? താൻ തന്നെയാണ്. അപ്പൊ താൻ തന്നെ തനിക്ക് വരുത്തുന്ന നാശം എന്ന് പറയുന്നു ഇതിനെ. ഇതൊക്കെ നമ്മൾ വേറെ എവിടെയോ നടക്കുന്ന കാര്യങ്ങളൊന്നും അല്ല, നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്നതാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ചിലപ്പോ പറ്റിയിട്ടുണ്ടാവും ചില അബദ്ധങ്ങള്, അല്ലെങ്കിൽ ചില തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടാവും. ഒന്ന് അതിനെപ്പറ്റി നിഷ്പക്ഷമായിട്ട് ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും ഇങ്ങനെയൊക്കെയാണ് പറ്റിയിട്ടുള്ളത് എന്ന്. എന്തോ ഒന്ന് നമുക്ക് വേണം എന്ന് തോന്നി, എന്തോ ഒന്നിനാൽ ആകർഷിക്കപ്പെട്ടു, അങ്ങനെ അതിന്റെ പിറകെ പോകുന്ന സമയത്ത് എന്താണ് അതിനോടുള്ള ഒരു അത്യാസക്തി കൊണ്ട്, അതൊരു പദാർത്ഥമായിക്കൊള്ളണമെന്നൊന്നുമില്ല, ഒരു വസ്തു ആവണമെന്നൊന്നുമില്ല, എന്തെങ്കിലും ഒരു കാര്യം. അപ്പൊ അതിനോടുള്ള ഒരു ആസക്തി കൊണ്ട് നമുക്ക് എന്താണ് നമ്മുടെ ആ ഒരു ബുദ്ധി, അതായത് ഇന്നതാണ് ശരി, ഇന്നത് ചെയ്യണം, അത് ചെയ്യരുത്, അങ്ങനെയുള്ള ആ ഒരു ഒരു തീരുമാനിക്കാനുള്ള ചിന്തിക്കാനുള്ള ഒരു ശക്തി ഇല്ലാതെയാവുന്നു. അപ്പോഴാണ് എന്ത്, നമ്മൾ അതുവരെ ആ പഠിച്ചു വെച്ച അതൊക്കെ വെറുതെ ആയി പോകുന്നു. അപ്പൊ ചിന്തിക്കുന്നില്ല, അപ്പൊ ഇത് ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്, ഞാൻ ഇതുവരെ ഓരോ ജോലിക്കും അതിൻ്റെതായിട്ടുള്ള ചില നിയമങ്ങൾ, ചില നീതി, എത്തിക്സ് ഒക്കെ ഉണ്ടാവും, അതൊക്കെ മറന്നുപോവാണ്. അപ്പൊ അതുവരെ സംഭരിച്ചു വെച്ചിട്ടുള്ള ആ ഒരു അറിവ്, അതിനെ പറ്റിയിട്ടുള്ള അറിവൊക്കെ ഇല്ലാതെ ആവുന്നു. ഇങ്ങനെ ഈ ഒരു നാശത്തിനെ എന്താണ് പറയുന്നത്? ആത്മനഹ ആത്മാപന്നവം, തന്നിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന തന്റെ നാശം. അപ്പൊ താൻ നശിക്കുകയാണ്. അപ്പൊ ഇതുവരെ നമ്മൾ അറിഞ്ഞതിനെ ഒക്കെ ലംഘിച്ച് നമ്മുടെ ബുദ്ധിയും നമ്മുടെ ചിന്തയും നമ്മുടെ അറിവൊക്കെ പണയം വെച്ച് അതിനെതിരായിട്ട് പ്രവർത്തിക്കുകയാണ്, നശിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് നശിക്കുന്നത്? താൻ കാരണം തന്നെ. വേറെ ആരെങ്കിലും വന്നിട്ട് നശിപ്പിക്കുകയാണോ? അതല്ല, തന്റെ തന്നെ ഉള്ളിൽ നിന്ന്, തന്റെ തന്നെ മനസ്സ് ഇങ്ങനെ പലതിന്റെയും പിന്നാലെ പോകുന്നു. അപ്പൊ മനസ്സ് ആ ബുദ്ധിയെ നിയന്ത്രിക്കുന്നു, ബുദ്ധിയുടെ ആ ഒരു വിചാരശക്തി ഇല്ലാതെയാകുന്നു. അപ്പൊ അതുവരെ പഠിച്ചതൊക്കെ മറന്നു പോകുന്നു. അപ്പൊ എവിടെ നിന്നാണ് തുടങ്ങിയത്? തന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് തുടങ്ങിയത്. അല്ലാതെ വേറെ ആരും വന്നിട്ട് ബലമായിട്ട് നീ അത് ചെയ്യണം എന്ന് പറഞ്ഞ് ചെയ്യിച്ചതൊന്നും അല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഈ അഴിമതി കാണിക്കുന്നവര്, കൈക്കൂലി വാങ്ങിക്കുന്നവര് വേറെ ആരെങ്കിലും നിർബന്ധമായിട്ട് വാങ്ങിപ്പിക്കുകയാണോ? അതൊന്നുമല്ല, അവനവൻ തന്നെ ചെയ്യുന്നതാണ്. ഇപ്പൊ നേരെ മറിച്ച് ഇപ്പം വേറെ ആരെങ്കിലും നമ്മളെന്തെങ്കിലും അപകടത്തിൽപ്പെടുത്തിയതാണെങ്കിൽ നമുക്ക് അതെങ്കിലും പറഞ്ഞിട്ട് ആശ്വസിക്കാം. അതായത് നമുക്ക് ശാരീരികമായിട്ട് എന്തെങ്കിലും അപകടം പറ്റിയെന്ന് വിചാരിക്കുക, അപ്പൊ ആരെങ്കിലും കൊണ്ടുപോയിട്ട് കുളത്ത് തള്ളി, അത് വേറെ ആരെങ്കിലും ചെയ്തതാണെന്ന് വിചാരിക്കാറില്ല. പക്ഷെ ഇതെന്താണ്? അവനവൻ തന്നെ അവനവനെ നശിപ്പിക്കുകയാണ്. ആത്മനഹ ആത്മാപന്നവം, തന്റെ തന്നെ ഉള്ളിലുള്ള തന്റെ തന്നെ മനസ്സ് ആ ഇന്ദ്രിയങ്ങളിൽ ആകർഷിക്കപ്പെട്ടിട്ട് അതാ ബുദ്ധിയുടെ വിചാരശക്തിയൊക്കെ നശിപ്പിച്ച് അതുവരെ ഉള്ള ആ ഒരു ഓർമ്മകളോ അതൊന്നും ആ സ്മൃതിയൊക്കെ ഇല്ലാതെയായി. എന്നിട്ട് അതുവരെ നമ്മൾ പഠിച്ചു വെച്ച കാര്യങ്ങൾ, ആ ജ്ഞാനമൊക്കെ മറന്നു പോയിട്ട് ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടുന്നു. അതോടുകൂടി നമ്മുടെ എല്ലാം നശിക്കുന്നു. ആത്മനഹ ആത്മാപന്നവം. അപ്പൊ ഇതിനൊന്നും നമ്മള് നശിക്കുന്നതിന് ഇപ്പൊ വേറൊരാളെ കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മളെ തന്നെ പ്രശ്നമാണ്, നമ്മുടെ തന്നെ കുഴപ്പമാണ്. എന്താണ്, ഈ ഒരു പുറമേ ഉള്ളതാണ് വേണ്ടത് എന്ന് വിചാരിച്ചിട്ട് പലതിന്റെ പിന്നാലെയും ഓടുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ്. അപ്പൊ ഇത് തോന്നുന്നത് എന്താണ്? ഈ ദ്വൈത ബുദ്ധി കൊണ്ട് എന്തൊക്കെയോ കിട്ടിയാൽ എനിക്ക് സന്തോഷമാവും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ കിട്ടുന്ന ഒന്നും പോരാ. പലപ്പോഴും ഈ വലിയ അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്നവർക്ക് പോരാ പോരാ എന്നുള്ള തോന്നിയിട്ടാണ്. ഇതൊക്കെ കിട്ടിയിട്ടും സന്തോഷാവുന്നില്ല, ഇനിയും കൂടുതൽ ഇതും കൂടി കിട്ടിയാൽ സന്തോഷാവും എന്ന് വിചാരിച്ചിട്ട് പോവാണ്. അപ്പൊ താൻ തന്നെ
നശിപ്പിക്കുന്നു. ഒന്ന് ശ്ലോകം ചൊല്ലാം. ഭ്രശ്യത്യനുസ്മൃതിശ്ചിത്തം ജ്ഞാനഭ്രംശസ്മൃതിക്ഷയേ തദ്രോധം കവയഃ പ്രാഹു ആത്മാപൻഹവമാത്മനാ. പിന്നീട് പറയാണ്, ഈ ഒരു നാശം, അതാണ് ഏറ്റവും വലിയ നാശം, ഇതിനേക്കാൾ വലിയൊരു നാശം വേറെ ഇല്ല എന്ന് പറയാണ്. നാത പരതരോ ലോകേ പുംസ സ്വാർത്ഥവ്യതിക്രമ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനസ്വ്യതിക്രമാത്. നാത പരതരോ ലോകേ പുംസ സ്വാർത്ഥവ്യതിക്രമ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനസ്വ്യതിക്രമാത്. നാത പരതരോ ലോകേ പുംസ സ്വാർത്ഥവ്യതിക്രമ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനസ്വ്യതിക്രമാത്. ന അതഃ പരതരഃ ലോകേ പുംസഃ സ്വാർത്ഥവ്യതിക്രമഃ യദധി അന്യസ്യ പ്രേയസ്ത്വം ആത്മനഃ സ്വവ്യതിക്രമാത്. ഇവിടെ പറയാണ്, യദധി അന്യസ്യ പ്രേയസ്ത്വം. പ്രേയസ് എന്ന് വെച്ചാൽ ഇഷ്ടം എന്നൊക്കെയുള്ള അർത്ഥമാണ്. ശ്രേയസ്സും പ്രേയസ്സും പറയും രണ്ടു തരത്തില്. അപ്പൊ നമുക്ക് ശ്രേയസ് ഉണ്ടാക്കുന്ന ചിലതുണ്ട്, എന്നാൽ ചിലതിനോട് നമുക്ക് പ്രേയസ് ആയിരിക്കും. ഉദാഹരണത്തിന് ഹിതവും പ്രിയവും ഉണ്ടല്ലോ. ഹിതം, പ്രിയം. ഇപ്പൊ കുട്ടികൾക്കൊക്കെ പ്രിയമായിട്ടുള്ള ഭക്ഷണം എന്തായിരിക്കും? ഈ ഐസ്ക്രീം, ബിരിയാണി ഒക്കെ ആയിരിക്കും. പക്ഷെ ഹിതമായിട്ടുള്ളത് എന്താണ്? നമ്മുടെ സാധാരണ ഭക്ഷണങ്ങള്. അപ്പോ അതാണ് എന്ത്? ഈ ഹിതവും പ്രിയവും. നമുക്ക് ഇഷ്ടപ്പെട്ടത് പ്രിയം, അത് ഹിതമായിക്കൊള്ളണമെന്നില്ല. അതുപോലെയാണ് ഈ പ്രേയസ് എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടപ്പെട്ടത്, നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങള് കുറെ ഉണ്ട്. അപ്പൊ എന്തിനെ അധികരിച്ചിട്ടാണോ? യത് അധി അന്യസ്യ പ്രേയസ്ത്വം. നമ്മള് എന്തിനെ അധികരിച്ചിട്ടാണോ വേറൊന്നിനോട് നമുക്ക് ഇഷ്ടമാണ് എന്ന് തോന്നുന്നത്. അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ട പല വസ്തുക്കളും നമ്മൾ ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? അത് ഞാൻ എന്നതിനെ തന്നെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. ആരാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ആള് എന്ന് ചോദിച്ചാൽ, ഏറ്റവും ഇഷ്ടപ്പെട്ട ആള് എന്ന് ചോദിച്ചാൽ, ഇപ്പൊ അമ്മന്നോ അച്ഛനോ ഭാര്യന്നോ ഭർത്താവെന്നോ മകൻ എന്നോ അങ്ങനെയൊക്കെ പറയും. അപ്പൊ അത് അവരെ ഇഷ്ടപ്പെടാൻ കാരണം എന്താ? അത് എന്റെ അമ്മ ആയതുകൊണ്ടാണ്, എന്റെ അച്ഛനായതുകൊണ്ടാണ്, എന്റെ ഭർത്താവ് ആയതുകൊണ്ടാണ്. അപ്പൊ ഞാൻ എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെയാണ് ഇഷ്ടങ്ങളൊക്കെ വരുന്നത്. അപ്പൊ എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണോ മറ്റുള്ളതിനോട് ഇഷ്ടം തോന്നുന്നത്, അപ്പൊ ഈ ആത്മാവ്, എന്റെ ഉള്ളിലുള്ള ആ ഞാൻ എന്നുള്ള ഭാവത്തിന് അടിസ്ഥാനമാക്കിയിട്ടാണ് മറ്റുള്ളതിനോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത്. അപ്പൊ അങ്ങനെ യദധി അന്യസ്യ പ്രേയസ്ത്വം, അങ്ങനെയുള്ളതിന് ആത്മനഃ സ്വവ്യതിക്രമാത്, അങ്ങനെയുള്ള ആത്മാവിന്റെ സ്വന്തം നാശം, അതായത് ആ ആത്മാവ് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ആ ആത്മാവ് നശിക്കുന്നു.
അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് നമുക്ക് മറ്റുള്ളവരോട് ഇഷ്ടം തോന്നുന്നത് എന്തുകൊണ്ടാണ്? ഈ ഞാൻ എന്നുള്ള ഭാവം, അതുകൊണ്ടാണ്, ആ ഭാവം കൊണ്ടാണ്. പക്ഷെ ആ ആത്മാവിന് നാശം വരുന്നു. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, ആ ആത്മാവിന് നാശം വരുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ അതിൽ നിന്ന് തന്നെ, ആ ആത്മാവിലുള്ള അത് തന്നെ എന്താണ്, എനിക്ക് അത് വേണം, എനിക്കിത് വേണം, അങ്ങനെ ചിന്തിച്ചിട്ട് അതിനോട് കാമം ഉണ്ടായിട്ട് അതിനെ കൊണ്ട് തന്നെ അത് നശിക്കുകയാണ്. ഇതിനേക്കാൾ പരതരഹ സ്വാർത്ഥ വ്യതിക്രമ, ഇതിനേക്കാൾ എന്താണ് പ്രധാനമായിട്ടുള്ള, അല്ലെങ്കിൽ ഇതിനേക്കാൾ വലിയ ഒരു സ്വാർത്ഥനാശം. ഇവിടെ സ്വാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മറ്റേ സ്വാർത്ഥതയല്ല, നമ്മൾ സാധാരണ പറയുന്ന സ്വാർത്ഥതയല്ല. അതായത് സ്വന്തം അർത്ഥത്തിലുള്ള നാശം എന്നുള്ള അർത്ഥം, തൻ്റെതായിട്ടുള്ള നാശം. അതിനേക്കാൾ തൻ്റെതായിട്ടുള്ള നാശം വേറെ ഒന്ന് ലോകത്തില് ഇല്ല. പുംസഹ ലോകേ ന അതഹ പരതരഹ സ്വാർത്ഥ വ്യതിക്രമഃ. അതിനേക്കാൾ വലിയ ഒരു സ്വാർത്ഥ വ്യതിക്രമം ലോകത്തിൽ വേറെ ഇല്ല. എന്താണ് പറഞ്ഞത് എന്ന് ചോദിച്ചാൽ, നമ്മള് നേരത്തെ പറഞ്ഞതുപോലെ നശിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർ ചിലപ്പോ ഈ നമ്മുടെ ചുറ്റുമുള്ള എന്റേത് എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടായിരിക്കും. ഭാര്യക്ക് വേണ്ടിയിട്ടോ, ഭർത്താവിന് വേണ്ടിയിട്ടോ, മക്കൾക്ക് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടോ, സ്വന്തക്കാർക്ക് വേണ്ടിയിട്ടോ ഒക്കെയാണ് നമ്മൾ ഈ അഴിമതി കാണിക്കുന്നതും ധർമ്മത്തിന് വ്യതിചലിക്കുന്നതും അതൊക്കെ. അല്ലെങ്കിൽ എന്റേത് എന്ന് വിചാരിക്കുന്ന വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ ആയിരിക്കും. പക്ഷേ അതിനോട് നമുക്ക് ബന്ധം തോന്നിയത് എന്തുകൊണ്ടാണ്? അത് എന്റേത് ആയതുകൊണ്ടാണ്, എന്റെ ഭാര്യ, എന്റെ ബന്ധുക്കൾ എന്നൊക്കെ വിചാരിക്കുന്നത് കൊണ്ടാണ്. അപ്പോ എന്റേത് എന്നുള്ള വിചാരിക്കുന്നതിന്റെ അടിസ്ഥാനം ഈ ആത്മാവ് ഞാൻ എന്നുള്ളതാണ്. പക്ഷെ നമ്മള് അവർക്ക് വേണ്ടിയിട്ട്, ആ എന്റേത് എന്ന് വിചാരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്നെ തന്നെ നശിപ്പിക്കുകയാണ്. ഇതിനെയാണ് എന്ത്, ഈ സ്വാർത്ഥ വ്യതിക്രമം എന്ന് പറയുന്നത്. അതായത് വ്യതിക്രമം എന്ന് വെച്ചാല് ഒരു വിപരീതം എന്നൊക്കെ പറയുമല്ലോ. അതായത് എന്നെ കൊണ്ട് ഞാൻ നശിക്കുക, ഞാൻ തന്നെ എന്നെ നശിപ്പിക്കുക. അപ്പൊ ആശയം ഇതാണ്. അത് നമുക്ക് ഒന്ന് ചിന്തിച്ചാൽ മാത്രമേ അത് വ്യക്തമാവുള്ളൂ. പലപ്പോഴും നമ്മള് എന്റേതെന്ന് വിചാരിക്കുന്ന വസ്തുക്കൾക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ജനങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് എന്റേത് എന്ന് വിചാരിച്ചിട്ട് അവർക്ക് വേണ്ടിയിട്ട് പലതും നമ്മള് ചെയ്യരുതാത്തത് ചെയ്തിട്ട് സ്വയം ആത്മനാശം വരികയാണ്. അത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ശ്ലോകം വായിക്കുന്നതിലൂടെ അങ്ങനെ മനസ്സിലാക്കേണ്ടതല്ല. പലപ്പോഴും നമ്മള് പല അനുഭവങ്ങളിലൂടെയും നമ്മൾ തന്നെ ചിന്തിച്ചിട്ട് അറിയേണ്ടതാണ്. ഈ പറഞ്ഞതുപോലെ നമ്മൾ കേൾക്കുന്ന പല കഥകളല്ല, പല സംഭവങ്ങളിലും ഇപ്പൊ മക്കൾക്ക് വേണ്ടി അത് ചെയ്തു, മക്കൾക്ക് ഇന്ന സ്ഥാനം കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ചെയ്തു, ഇങ്ങനെ പല വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? അവസാനം ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാം പോയി, എല്ലാം നഷ്ടപ്പെട്ട് സ്വയം നശിക്കുകയാണ്. അപ്പൊ ആർക്ക് വേണ്ടിയിട്ടാണോ ചെയ്തത്, എന്തിനു വേണ്ടിയിട്ടാണോ ചെയ്തത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, എന്തെങ്കിലും ഒരു വല്ല മന്ത്രി പദവിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥാനത്തെത്താൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ആ സ്ഥാനത്തെയും നമ്മൾ ആഗ്രഹിക്കുന്ന എന്താണ്? എനിക്ക് വേണ്ടിയിട്ട്. അപ്പൊ ഒരു സ്ഥാനത്ത് ഞാൻ എത്തിയാലല്ലേ എനിക്ക് സന്തോഷമാവുന്നുള്ളൂ. അല്ലാതെ വേറെ ആരെങ്കിലും ആ സ്ഥാനത്ത് കയറിയിരുന്നാൽ എനിക്ക് സന്തോഷമൊന്നുമില്ല, ഞാൻ എത്തിയാൽ സന്തോഷം. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം അഹം, ഞാൻ എന്നുള്ള ആ ഒരു ചിന്തയാണ്, ആ ഒരു ഭാവമാണ്. അപ്പൊ ഇതിനൊക്കെ അടിസ്ഥാനമായിട്ടുള്ള ആ ഞാനിനെ, എന്തിനെയാണോ നമ്മൾ ഞാൻ എന്ന് വിചാരിക്കുന്നത്, അത് വേറൊരു വിഷയമാണ്. നമ്മൾ ഈ ശരീരത്തിനെ അല്ല നമ്മൾ ഞാൻ എന്ന് വിചാരിക്കുന്നത്, അതിന്റെ ഉള്ളിലുള്ള എന്തോ ഒന്നുണ്ട്, അതിനെയാണ് ഞാൻ എന്ന് നമ്മൾ കരുതുന്നത്. അപ്പൊ ഇതിന്റെയൊക്കെ അടിസ്ഥാനം ഈ ഞാൻ, ഈ അഹം ആണ്. പക്ഷേ നമ്മള് അതിനു വേണ്ടിയിട്ട്, എന്റേതായ എന്തിനോ വേണ്ടിയിട്ട് എന്നെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പൊ നമ്മള് എന്റെ മകൻ എന്ന്
പറയും. അതും എന്താണ് എന്റെ എന്നുള്ള ആ ഒരു സംബന്ധം കൊണ്ട്, അത് എന്റേതായതുകൊണ്ടാണ് എനിക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ ഇഷ്ടപ്പെടുന്നത്. അല്ലാതെ കുട്ടികൾ വേറെയും ധാരാളമുണ്ട്. പക്ഷെ ആ കുട്ടികളോടൊന്നും ഇല്ലാത്ത എന്തോ ഒരു വിശിഷ്ടമായിട്ടുള്ള എന്തോ ഒരു സ്നേഹം എനിക്ക് എന്റെ മകനോട് ഉണ്ടാവുന്നത് എന്റെ ആയതുകൊണ്ടാണ്. അവിടെയും ആ ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അപ്പൊ ആ എന്റെ എന്നുള്ളതിന് അടിസ്ഥാനമായിട്ടുള്ള ആ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കുകയാണ് എന്ത്. അപ്പൊ എന്റെ മകന് വേണ്ടിയിട്ട് ഞാൻ അത് ചെയ്തു, ഞാൻ നിയമം വിട്ട് പ്രവർത്തിച്ചു, അല്ലെങ്കിൽ ഞാൻ അഴിമതി കാണിച്ചു അവന് വേണ്ടിയിട്ട്. അപ്പൊ എന്റേതായിട്ടുള്ള ആ മകന് വേണ്ടിയിട്ട് ഞാൻ എന്റെ വിചാരശക്തിയെ, എന്റെ ബുദ്ധിയെ, എന്റെ സ്മൃതിയെ, അങ്ങനെ എന്നെ തന്നെ നശിപ്പിക്കുന്നു. അപ്പൊ ഇതിനെയാണ് എന്ത് വ്യതിക്രമം എന്ന് പറഞ്ഞത്. രണ്ടും ഞാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. എനിക്ക് മകനോട് സ്നേഹം തോന്നിയത് അത് എന്റെ എന്നുള്ള ആ അഹം എന്നുള്ള ചിന്തയിൽ നിന്ന്, ഞാൻ നശിച്ചതും എന്താണ് ആ എന്റെ എന്നുള്ള ചിന്തയിൽ നിന്ന്. അങ്ങനെ സ്വാർത്ഥ വ്യതിക്രമ. ഇതിനേക്കാൾ വലിയൊരു നാശം വേറെ ഒന്നില്ല എന്ന് പറയാണ്. നാഥ പരതരോ ലോകേ. ഇതിനേക്കാൾ പരമായിട്ട്, ഇതിനേക്കാൾ വലിയൊരു നാശം ലോകത്തില് ഇല്ല. അതായത് ഞാൻ തന്നെ എന്നെ നശിപ്പിക്കുക, എന്റെ ആത്മാവിനെ, ആ എന്റെ ആത്മാവിൽ നിന്ന് തന്നെ, എന്റെ മനസ്സിൽ നിന്ന്, എന്റെ ബുദ്ധിയിൽ നിന്ന്, എന്റെ ഇന്ദ്രിയങ്ങളെ കൊണ്ട്, ആ എന്റെ ഇന്ദ്രിയങ്ങളെ എന്റെ മനസ്സിനെ ആകർഷിച്ച് ബുദ്ധിയൊക്കെ ഇല്ലാതെയാക്കി ഞാൻ തന്നെ എന്നെ നശിപ്പിക്കുക. അപ്പൊ ആത്മനാശം എന്നുള്ളത് അതാണ് എന്ത് ഏറ്റവും വലിയ നാശം. അതിനേക്കാൾ വലിയ നഷ്ടമൊന്നും വേറെ വരാനില്ല. ഭഗവത്ഗീതയിൽ പറയുന്നുണ്ടല്ലോ, ഉദ്ധരേതാത്മനാത്മാനം. സ്വയം തന്നെ കൊണ്ട് തന്നെ ഉയർത്തുകയാണ് വേണ്ടത്, അല്ലാതെ തന്നെ നശിപ്പിക്കുകയല്ല. അപ്പൊ ഇവിടെ പറയാണ്, എന്തിനെ അധികരിച്ചിട്ടാണോ എനിക്ക് മറ്റുള്ളതിനോടൊക്കെ ഇഷ്ടം തോന്നിയത്, ആ മറ്റുള്ളതിന് വേണ്ടിയിട്ട് നമ്മള് അവനവനെ തന്നെ നശിപ്പിക്കുമ്പോ എന്താണ് എനിക്ക് വേണ്ടിയിട്ട് എന്നെ തന്നെ നശിപ്പിക്കുകയാണ്. അപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഈ ശ്ലോകത്തിന്റെ അർത്ഥം എന്നുള്ളതല്ല നമ്മൾ പലപ്പോഴും വിചാരം ചെയ്യാം. ഈ ഒരു വിചാരം ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ജീവിതത്തില് പല പ്രശ്നങ്ങളും അഭിമുഖീകരിക്കേണ്ടി വരുന്നത്, പല തെറ്റുകളും സംഭവിക്കുന്നത്. സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. അപ്പൊ ഒന്നുകൂടി ചൊല്ലാം ശ്ലോകം. നാഥ പരതരോ ലോകേ പുംസസ്വാർത്ഥ വ്യതിക്രമ യദധ്യന്യസ്യ പ്രേയസ്ത്വം ആത്മനസ്വ്യതിക്രമാത്. അടുത്തത് അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവഃ നൃണാം ഭ്രംശിതഃ ജ്ഞാനവിജ്ഞാനാത് യേന ആവിശതി മുഖ്യതാം. അപ്പൊ ഇവിടെ പറഞ്ഞത് ഈ അർത്ഥത്തിനെ
ധ്യാനിക്കുന്നവരെ പറ്റിയിട്ടാണ്, ഇന്ദ്രിയാർത്ഥങ്ങളെ ധ്യാനിക്കുന്നവരെ പറ്റിയിട്ടാണ്. അങ്ങനെ അതാണ് ആദ്യം പറഞ്ഞത്, അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം, അർത്ഥങ്ങളുടെയും ഇന്ദ്രിയാർത്ഥങ്ങളുടെയും ധ്യാനം. അതായത് അർത്ഥം എന്നുള്ളതിന് സാമാന്യമായിട്ട് സമ്പത്ത്, ധനം എന്നൊക്കെ അർത്ഥം പറയും. ഇപ്പൊ സമ്പത്ത് എന്നുള്ളതിനെ കൊണ്ട് സമ്പത്ത് എന്നുള്ളത് മാത്രമല്ല, നമുക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടുത്താം. അങ്ങനെ ആ സമ്പത്തിനെ പറ്റിയിട്ടും പിന്നെ ഇന്ദ്രിയാർത്ഥങ്ങളെ പറ്റിയിട്ടും, അർത്ഥവും ഇന്ദ്രിയാർത്ഥവും, സമ്പത്തും പിന്നെ ഇന്ദ്രിയങ്ങൾക്ക് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അതായത് നമ്മൾ കാണണം, കേൾക്കണം, രുചിക്കണം, സ്പർശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള വിഷയങ്ങളെ പറ്റിയിട്ടും അഭിധ്യാനം, അതിനെപ്പറ്റി ചിന്തിച്ചു കൊണ്ടേയിരിക്കുന്നത്. അത് എന്താണ്? സർവാർത്ഥാപന്നവോ നൃണാം, നൃണാം സർവാർത്ഥാപന്നവഃ. നൃണാം എന്ന് വെച്ചാൽ മനുഷ്യർക്ക്, നൃ ശബ്ദമാണ്, നരഹ എന്നുള്ള ആ ശബ്ദം. മനുഷ്യർക്ക് എന്താണ്? സർവാർത്ഥാപന്നമാണ്, എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ്. അപന്നവഹ എന്ന് വെച്ചാൽ നാശം എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ് എന്ത്? ഈ അർത്ഥവും ഇന്ദ്രിയാർത്ഥാഭിധ്യാനവും. സമ്പത്തിനെ പറ്റിയും പിന്നെ ഇന്ദ്രിയങ്ങളെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളെ പറ്റിയിട്ടുമുള്ള ധ്യാനം, ചിന്ത എല്ലാത്തിനെയും നശിപ്പിക്കുന്നതാണ്. അങ്ങനെയുള്ള ആള് യേന ഭ്രംശിതഃ, ജ്ഞാനവിജ്ഞാനാത് ഭ്രംശിതഃ, ഏതൊന്നിനെ കൊണ്ടാണോ, അതായത് ഏതൊരു ധ്യാനത്തെ കൊണ്ടാണോ ജ്ഞാനവിജ്ഞാനാത് ഭ്രംശിതഃ, ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഒക്കെ ഭ്രംശിതനായിട്ട് വിട്ടിട്ട്, അതായത് ജ്ഞാനം എന്ന് വെച്ചാൽ സാധാരണ കാര്യങ്ങൾ, അറിവുകള്, വിജ്ഞാനം എന്ന് വെച്ചാല് പരമമായിട്ടുള്ള അറിവ്. അപ്പൊ ഈ ജ്ഞാനത്തിൽ നിന്നും വിജ്ഞാനത്തിൽ നിന്നും ഒക്കെ നശിച്ചിട്ട് മുഖ്യതാമാവിശതി. ഇവിടെ മുഖ്യത എന്ന് പറയുന്നത് സ്ഥാവരത എന്നുള്ള അർത്ഥത്തിലാണ്. അതായത് ചലിക്കാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ആ ജന്മം എടുക്കുന്നു എന്നുള്ള അർത്ഥം. അപ്പോ അത് മോശമാണോ എന്ന് ചോദിച്ചാൽ മോശമായിട്ട് അല്ല, പക്ഷെ എന്താണ്, ഈ ചിന്തിക്കാനും പ്രവർത്തിക്കാനും ഒക്കെയുള്ള ശക്തി ഇല്ലാതെയാവുന്നു എന്ത്? സ്ഥാവരങ്ങൾക്ക്. അതായത് ഒരിടത്ത് നിൽക്കാൻ, സ്ഥിതി ചെയ്യാൻ മാത്രം കഴിയുന്നത്, സഞ്ചരിക്കാനൊന്നും സാധിക്കാത്തത്. അപ്പൊ അതിനെ ഒരു എന്താണ്, നമുക്ക് പുണ്യം കുറയുന്ന സമയത്ത് ഒരു പ്രാരബ്ധങ്ങളുടെ ഫലമായിട്ടാണ് ഈ സ്ഥാപനമായിട്ട് ജനിക്കുന്നത് എന്ന് പറയും. അപ്പൊ ഇവിടെ നമുക്ക് മനുഷ്യനാണെങ്കിൽ എന്താണ്, നമുക്ക് ഈ മോക്ഷത്തെ പറ്റിയിട്ട് ചിന്തിക്കാനും ഈ ആത്യന്തികമായിട്ടുള്ള മോചനത്തെ പറ്റി ചിന്തിക്കാനും അതുപോലെ പ്രവർത്തിക്കാനും ഒക്കെ കഴിയും. ഇപ്പൊ വിശേഷ ബുദ്ധി ഇല്ലാത്ത ജന്തുക്കളാണെങ്കിൽ അത്രത്തോളം കഴിയില്ല. അതുകൊണ്ടാണ് നമുക്ക് മനുഷ്യജന്മം ലഭിച്ചത് ആ ഒരു വിശിഷ്ടത കൊണ്ടാണ്, ആ പുണ്യം കൊണ്ടാണ് എന്ന് പറയുന്നത്. പക്ഷെ ആ ജന്തുക്കളുടെ അത്രയും സാധ്യതയില്ല ആർക്ക്? സ്ഥാവരങ്ങൾക്ക്, വൃക്ഷങ്ങള് മുതലായവർക്ക്. അതുകൊണ്ടാണ് മുഖ്യതാം യാതി എന്ന് പറഞ്ഞത്. അപ്പൊ ഈ വളരെ സുന്ദരമായിട്ടുള്ള ദുർലഭമായിട്ടുള്ള മനുഷ്യജന്മം ലഭിച്ചിട്ട് ആ ജന്മത്തിൽ അവനവന്റെ നാശമാണ് ചെയ്യുന്നതെങ്കിൽ, ആത്മനാശമാണ് ചെയ്യുന്നതെങ്കിൽ പിന്നീട് എന്താവുന്നു? ഈ ഒരു ജന്മത്തിലേക്ക് എത്താൻ കഴിയാതെ ഇത്രയും സാധ്യത ഇല്ലാത്ത ഏതെങ്കിലും ജന്മം എടുക്കേണ്ടി വരുന്നു. ആർക്ക്? അർത്ഥ ഇന്ദ്രിയാർത്ഥ അഭിധ്യാനം ചെയ്യുന്നവർക്ക്. അർത്ഥത്തെയും ഇന്ദ്രിയാർത്ഥങ്ങളെയും മാത്രം ധ്യാനിച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ച് അതിന് പിന്നാലെ പോകുന്നവർക്ക് സർവാർത്ഥാപന്നവം സംഭവിക്കുന്നു. അപ്പൊ അർത്ഥം അനർത്ഥം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പൊ ആ അർത്ഥത്തിന്റെയും അധികാരത്തിന്റെയും ഒക്കെ പിന്നാലെ പോയിട്ട് എല്ലാ അർത്ഥവും നശിക്കുന്നു. അങ്ങനെ നശിച്ചിട്ട് ജ്ഞാനവിജ്ഞാനാത് ഭ്രംശിത, നേരത്തെ പറഞ്ഞതുപോലെ ആ ജ്ഞാനമൊക്കെ ഇല്ലാതെ വിജ്ഞാനമൊക്കെ ഇല്ലാതെയായി അതൊക്കെ
നഷ്ടപ്പെട്ടിട്ട് മുഖ്യത ആവശ്യത്തി, ആ വേറെ എന്തെങ്കിലും ജന്മങ്ങൾ എടുക്കേണ്ടി വരുന്നു. അതായത് ഇത്രയും സാധ്യതയില്ലാത്ത ഏറ്റവും നല്ല ജന്മം, ഏറ്റവും ഇതിനൊക്കെ ഉപകാരപ്രദമായിട്ട് ഇതിനൊക്കെ സാധിക്കുന്ന ജന്മം തന്നിട്ട് അത് വേണ്ട വിധത്തിൽ ഉപയോഗിക്കാതെ ഈ വിഷയങ്ങളുടെ പിന്നാലെ പോയി അവനവനെ തന്നെ നശിപ്പിച്ചിട്ട് പിന്നീട് എന്തുണ്ടാവുന്നു, ഇനി അടുത്ത ജന്മത്തില് ഈ മനുഷ്യജന്മമൊന്നും കിട്ടാതെ ഇതിനൊന്നും സാധിക്കാത്ത തരത്തിലേക്ക് പോകുന്നു. അപ്പോ ഇനി അടുത്ത ശ്ലോകങ്ങളിലും മുതല് ഇത് അതുകൊണ്ട് നമ്മളിത് ചെയ്യരുത്, അതായത് മറ്റ് വിഷയങ്ങളുമായിട്ട് സംഘമുണ്ടാവരുത്, അതൊക്കെ ഒഴിവാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഒന്നുകൂടി ചൊല്ലാം. അർത്ഥേന്ദ്രിയാർത്ഥാഭിധ്യാനം സർവാർത്ഥാപന്നവോ നൃണാം ഭ്രംശിതോ ജ്ഞാനവിജ്ഞാനാത് യേനാവിശതി മുഖ്യതാം. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഇതാണ്. ഗുരുവിന്റെ അടുത്ത് പോയിട്ട് നമ്മളെ ഉദ്ധരിക്കാനുള്ള ആ ശ്രമം ഉണ്ടാവണം. ഇനി അതല്ല, അല്ലാതെ പോവുകയാണെങ്കിൽ ഇങ്ങനെയൊക്കെ നശിക്കാം എന്നുള്ളതാണ് പറഞ്ഞത്, നശിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് അതിലേക്കൊന്നും പോകരുത് എന്ന് ഇനി അടുത്ത ശ്ലോകങ്ങളിൽ പറയാണ്. അത് നമുക്ക് അടുത്ത ദിവസം നോക്കാം.